എന്റെ ജീവിതത്തിലെ പ്രതിസന്ധികൾ ശാപമായിരുന്നില്ല, മറിച്ച് എന്നെ ശക്തിയാക്കാനുള്ള ദൈവത്തിന്റെ വഴികളായിരുന്നു. ഉമ്മുൽ ഖൈർ. സ്വപ്നം കാണുന്നവർക്ക് ഊർജമായ ഉമ്മുൽ ഖൈർ. അസ്ഥികൾ വളരെ പെട്ടെന്ന് ഒടിഞ്ഞു പോകുന്ന അപൂർവ രോഗവുമായിട്ടാണ് ഉമ്മുൽ ഖൈർ ജനിച്ചത്. ജീവിതകാലത്തിനിടയിൽ 16ഓളം ഒടിവുകളും 8ഓളം ശസ്ത്രക്രിയകളും ആ ശരീരത്തിന് താങ്ങേണ്ടി വന്നിട്ടുണ്ട്. പഠനത്തിൽ അതീവ മിടുക്കിയായിരുന്നിട്ടും 8ാം ക്ലാസ്സിന് ശേഷം തുടർന്നു പഠിക്കാൻ ഉമ്മുൽ ഖൈറിനെ കുടുംബം അനുവദിച്ചില്ല. പെൺകുട്ടികൾ അധികം പഠിക്കേണ്ടതില്ല എന്ന യാഥാസ്ഥിതിക ചിന്താഗതിയായിരുന്നു അവർക്ക്. എന്നാൽ പഠിക്കണമെന്ന ശാഠ്യത്തിൽ ഉറച്ചു നിന്ന ഉമ്മുൽ ഖൈർ 14ാം വയസ്സിൽ വീട് വിട്ടിറങ്ങി. ഡൽഹിയിലെ മറ്റൊരു ചേരിയിൽ വാടകയ്ക്ക് മുറിയെടുത്ത് താമസിച്ചു തുടങ്ങി. ചേരിയിലെ കുട്ടികൾക്ക് ട്യൂഷൻ എടുത്ത് പഠിക്കുവാനും ജീവിക്കുവാനുമുള്ള തുക കണ്ടെത്തി. അധ്യാപകരുടെ സഹായവും ഉമ്മുൽ ഖൈറിനുണ്ടായിരുന്നു. കഠിനമായ ശാരീരിക വേദനകളെയും സാമ്പത്തിക പ്രതിസന്ധികളെയും മറികടന്ന് ഉമ്മുൽ ഖൈർ ഉയർന്ന മാർക്കോടുകൂടി 12ാം ക്ലാസ് പരീക്ഷ പാസ്സായി. തുടർന്ന് ഡൽഹി സർവകലാശാലയിലെ ലേഡി ശ്രീറാം കോളേജിൽ നിന്ന് ബിരുദവും JNUവിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും നേടി. PhD ചെയ്യുവാനുള്ള അവസരവും അവിടെ തന്നെ ലഭിച്ചു. JNUവിലെ പഠനകാലത്താണ് ഉമ്മുൽ ഖൈർ സിവിൽ സർവീസ് ആഗ്രഹം ഗൗരവമായി എടുക്കുന്നത്. നിരന്തരമായ ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണം വീൽ ചെയറിൻ്റെയും മറ്റുള്ളവരുടെയും സഹായത്തിന്റെ ആവശ്യകത ഉണ്ടായിരുന്നിട്ടും സിവിൽ സർവീസ് എന്ന സ്വപ്നത്തിൽ നിന്നും ഉമ്മുൽ ഖൈർ പിന്മാറിയില്ല. ഒടുവിൽ 2016 സിവിൽ സർവീസ് പരീക്ഷയിൽ തന്റെ ആദ്യ ശ്രമത്തിൽ 420ാം റാങ്ക് വാങ്ങി ആ സ്വപ്നം സാക്ഷാത്കരിച്ചു. സാമ്പത്തിക നികുതി ഘടനയുമായി ബന്ധപ്പെട്ട റവന്യൂ സർവീസിൽ അവസരവും ലഭിച്ചു. കുട്ടിക്കാലത്ത് ചേരികളിൽ ട്യൂഷൻ എടുത്ത് ജീവിച്ച ഉമ്മുൽ ഖൈർ തന്റെ ഔദ്യോഗിക തിരക്കുകൾക്കിടയിലും പാവപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവുകൾ വഹിക്കുന്നുമുണ്ട്. രാജ്യത്തുടനീളമുള്ള സിവിൽ സർവീസ് അക്കാദമികളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മുഖ്യ അതിഥിയാണവർ. ജീവിതത്തിൽ തോറ്റുപോകുമെന്ന് കരുതുന്ന ലക്ഷക്കണക്കിന് യുവാക്കൾക്ക് പ്രചോദനം നൽകുന്നവയാണ് അവരുടെ പ്രസംഗങ്ങൾ. ഇൻപെർഫെക്റ്റ എന്ന രോഗം ശാരീരികമായ വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ടെങ്കിലും കൃത്യമായ ചികിത്സയിലൂടെയും മാനസികമായ കരുത്തിലൂടെയും തൻ്റെ ഔദ്യോഗിക ജീവിതത്തെ അവർ മുന്നോട്ട് നയിക്കുന്നുണ്ട്. നിലവിൽ ഇന്ത്യൻ റവന്യൂ സർവീസിൽ ഡെപ്യൂട്ടി കമ്മീഷണറായി അവർ സേവനമനുഷ്ഠിക്കുന്നു. എൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികൾ ശാപമായിരുന്നില്ല, മറിച്ച് എന്നെ കൂടുതൽ ശക്തിയാക്കാനുള്ള ദൈവത്തിന്റെ വഴികളായിരുന്നു എന്നവർ പലപ്പോഴും പറയാറുണ്ട്. തൻ്റെ 14ാം വയസ്സിൽ ഒറ്റപ്പെട്ടു പോയ ഇടത്തു നിന്നും ഇന്ന് ഇന്ത്യൻ ഭരണകൂടത്തിന്റെ ഭാഗമായി മാറിയ ഉമ്മുൽ ഖൈർ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ തകർന്നു പോകുന്ന ഒരുപാട് മനുഷ്യർക്ക് പ്രതീക്ഷയാണ്, പ്രകാശമാണ്. ദിസ് ഈസ് അശ്വതി. കീപ് ലേണിംഗ്, ടേക്ക് ക്യൂരിയസ്.